നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള പരമ്പരയിൽ പാകിസ്ഥാൻ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 3 മത്സരങ്ങളുടെ പരമ്പരയാണ്. ആദ്യ മത്സരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിജയിച്ചിരിക്കുന്നത്. 22 റൺസിനാണ് ലാഹോറിൽ അവരുടെ വിജയം. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ 7 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നത്. അതായത് 2018 ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഓസ്ട്രേലിയക്ക് മേലൊരു വിജയം നുകരുന്നത്. സയ്യിദ് അയ്യൂബിൻ്റെ ഓൾറൗണ്ട് പെർഫോമൻസും അബ്രാറിൻ്റെ ഇക്കണോമിക്കലായിട്ടുള്ള ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസുമാണ് പാകിസ്ഥാന് വിജയം നേടിക്കൊടുത്തിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 168 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയക്ക് 20 ഓവറിൽ 8 വിക്കറ്റിന് 146 റൺസിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു മത്സരം പാകിസ്ഥാൻ വിജയിച്ച് കയറിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് വേണ്ടി സയ്യിദ് അയ്യൂബും സൽമാൻ അലി ആഗയും മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോയത്. ഓപ്പണർ ഷെയ്ഖ്സാദ ഫർഹാൻ ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങിയിരുന്നു. ബാറ്റ്ലെറ്റ് അദ്ദേഹത്തെ കോട്ടൺ ബൗളാക്കി പറഞ്ഞു വിട്ടിരുന്നു. എന്നാൽ സയ്യിദ് അയ്യൂബും സൽമാൻ അലി ആഗയും ചേർന്നുകൊണ്ട് രണ്ടാം ഇന്നിങ്സിൽ 74 റൺസിൻ്റെ മികച്ച ഒരു കൂട്ടുകെട്ട് ഇട്ടതാണ്. പക്ഷേ സാംബ പിന്നീട് അവർക്ക് ബ്രേക്ക് ഇട്ടു. സാംബ സയ്യിദ് അയ്യൂബിനെ പറഞ്ഞു വിടുമ്പോൾ 22 പന്തുകളിൽ നിന്ന് 3 4ഉം 2 6ഉം അടക്കം 40 റൺസ് അദ്ദേഹം അടിച്ചിരുന്നു. സൽമാൻ അലി ആഗ ക്യാപ്റ്റൻ സാംബക്ക് മുന്നിൽ തന്നെയാണ് പുറത്തായത്. 27 പന്തിൽ നിന്ന് ഒരു 4ഉം 4 6ഉം അടക്കം 39 റൺസ് അടിച്ചിരുന്നു. ബാബർ അസമിനെയും സാംബ മടക്കി വിട്ടു. 20 പന്തുകൾ നേരിട്ട ബാബർ 24 റൺസാണ് അടിച്ചിരുന്നത്. ഫക്കർ സമൻ 10 റൺസ് അടിച്ചപ്പോൾ ഉസ്മാൻ ഖാൻ 18 റൺസ് അടിച്ചു. മുഹമ്മദ് നവാസ് 15 റൺസുമായിട്ട് പുറത്താ നിന്നപ്പോൾ ഷദബ് ഖാൻ 1 റൺസ്, ഷെയ്ൻ ഷാ അഫ്രീദി ഡെക്ക്, ഇങ്ങനെ പോയി മറ്റു ബാറ്റർമാരുടെ സംഭാവന. സൽമാൻ മിർസ 4 റൺസുമായിട്ട് പുറത്താ നിന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി മിന്നും ബൗളിംഗ് പ്രകടനം നടത്തിയത് ആദം സാംബ തന്നെയാണ്. പാകിസ്ഥാനെ വലിയ സ്കോറിലേക്ക് പോകാതെ തടഞ്ഞതും സാംബയുടെ സൂപ്പർ ബൗളിംഗ് ആണ്. 4 ഓവറിൽ 24 റൺസിന് അദ്ദേഹം 4 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. അതേസമയം സേവിയർ ബാറ്റ്ലെറ്റ് 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ പിന്നെ മഹ്ലി ബിയർഡ്മാൻ അവർക്ക് വേണ്ടി 4 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഏതായാലും 169 റൺസ് വിജയലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി ഏറ്റിരുന്നു. മാത്യു ഷോട്ടിനെ 21 റൺസ് സ്കോർ ബോർഡിലെത്തിയ സമയത്ത് സയ്യിദ് അയ്യൂബ് പറഞ്ഞു വിട്ടു. 4 പന്തുകൾ നേരിട്ട് മാത്യു ഷോട്ട് 5 റൺസാണ് അടിച്ചിരുന്നത്. ട്രാവിസ് ഹെഡായിരുന്നു ക്യാപ്റ്റൻ. 13 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം 23 റൺസ് അടിച്ചു. പക്ഷേ സയ്യിദ് അയ്യൂബ് തന്നെയാണ് ട്രാവിസ് ഹെഡിനെയും പറഞ്ഞു വിട്ടത്. ബാബർ അസം ക്യാച്ച് എടുക്കുകയായിരുന്നു. ക്യാമറൺ ഗെയിൻ 31 പന്തിൽ നിന്ന് 36 റൺസ് അടിച്ചപ്പോൾ മാറ്റ് റൺഷോ 15 റൺസുമായിട്ട് മടങ്ങി. കൂപ്പർ കനോലി ഡെക്കായിട്ടാണ് മടങ്ങിയത്. അതേസമയം മിച്ചൽ ഓവൻ റണ്ണൗട്ട് ആവുകയായിരുന്നു. 8 പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംഭാവന 8 റൺസ് മാത്രമായിരുന്നു. ജോഷ് ഫിലിപ്പ് 10 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ചപ്പോൾ ജാക്കി എഡ്വേർഡ്സിൻ്റെ സംഭാവന 5 റൺസ് മാത്രമായി. അവസാനം സേവിയർ ബാറ്റ്ലെറ്റിൻ്റെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. 25 പന്തിൽ നിന്ന് 3 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 34 റൺസ് അടിച്ച് പുറത്താകുന്നു. സാംബ 10 പന്തിൽ നിന്ന് 5 റൺസുമായിട്ടും പുറത്താകുന്നു. ഏതായാലും ഒടുവിൽ 22 റൺസിൻ്റെ വിജയമാണ് പാകിസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി സയ്യിദ് അയ്യൂബ് 3 ഓവറിൽ 29 റൺസ് 2 വിക്കറ്റ് എടുത്തപ്പോൾ അബ്രാർ അഹമ്മദ് 4 ഓവറിൽ വെറും 10 റൺസാണ് വിട്ടുകൊടുത്തത്. അദ്ദേഹം 2 വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. 7 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയക്കെതിരെ ഒരു വിജയം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.